ഒരു ഗ്രാമത്തിൽ രാമു എന്നു പേരുള്ള ഒരു കർഷകൻ ഉണ്ടായിരുന്നു. തൻ്റെ ജോലികളെല്ലാം നോക്കി തൻ്റെ ഫാമിൽ വളരെ സന്തോഷവാനായി കഴിഞ്ഞുകൊണ്ടിരുന്ന അദ്ദേഹം അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു സന്യാസി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, ഈ തള്ളവിരലിൻ്റെ വലിപ്പത്തിലുള്ള ഒരു ഡയമണ്ട് നിനക്ക് കിട്ടിക്കഴിഞ്ഞെങ്കിൽ നിനക്ക് ഈ ഗ്രാമം മുഴുവൻ മേടിക്കാമെന്ന് പറഞ്ഞു. ഈ കൈമുഷിയുടെ അത്രയും വലിപ്പത്തിലുള്ള ഒരു ഡയമണ്ട് നിനക്ക് കിട്ടിക്കഴിഞ്ഞെങ്കിൽ ഈ രാജ്യം മുഴുവൻ നിനക്ക് മേടിക്കാം. ഇതും പറഞ്ഞ് ആ സന്യാസി ആ വീട്ടിൽ നിന്ന് പോയി. അന്നത്തെ ദിവസം രാമുവിന് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. പിന്നീടുള്ള ദിവസങ്ങൾ മുഴുവൻ, ആഴ്ചകളും മാസങ്ങളും അവൻ അന്വേഷിച്ചു ഈ ഡയമണ്ട് എങ്ങനെ കൈക്കലാക്കണം. അങ്ങനെ ഒരു ദിവസം രാമു തീരുമാനിച്ചു, തൻ്റെ ഏക സമ്പാദ്യവും ഏക ഉപജീവന മാർഗമായ ഈ ഫാം വിറ്റുകൊണ്ട് നമുക്ക് ഡയമണ്ട് അന്വേഷിച്ചിറങ്ങാം. അങ്ങനെ ഫാം വിറ്റുകൊണ്ട് രാമു ഡയമണ്ട് അന്വേഷിച്ചിറങ്ങി. ആദ്യം അദ്ദേഹത്തിന് ഗ്രാമം മുഴുവൻ അവനത് ഡയമണ്ട് അന്വേഷിച്ചു, കിട്ടിയില്ല. രാജ്യം മുഴുവൻ അന്വേഷിച്ചു, കിട്ടിയില്ല. അവസാനം കയ്യിലെ പൈസ തീർന്നപ്പോൾ ആത്മഹത്യ ചെയ്തു. അങ്ങനെയിരിക്കെ രാമുവിൻ്റെ ഫാം മേടിച്ച വ്യക്തി ഒരു ദിവസം കാലികൾക്ക് വെള്ളം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള അരുവിയിലേക്ക് ചെന്ന സമയത്ത് സൂര്യപ്രകാശം അടിച്ച് അരുവിയിൽ എന്തോ കല്ല് തിളങ്ങുന്നത് പോലെ തോന്നി. കയ്യിലെടുത്ത് നോക്കിയപ്പോൾ ഈ വ്യക്തിക്ക് ഒരു കൗതുകം തോന്നി. തൊട്ടടുത്തൊക്കെ നോക്കിയപ്പോൾ പലതരത്തിലുള്ള കല്ലുകൾ ഇതേപോലെ ചിന്നിച്ചിതറി കിടക്കുന്നു. അതിലൊരു കല്ല്, ഇവർക്ക് ഭംഗി തോന്നിയ ഒരു കല്ല് എടുത്തുകൊണ്ട് ഇയാൾ ഷോക്കേസിൽ വെച്ചു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സന്യാസി മടങ്ങി വന്നു. സന്യാസി ആദ്യം അന്വേഷിച്ചത് രാമുവിനെ കുറിച്ചായിരുന്നു. അദ്ദേഹം പറഞ്ഞു, രാമു എനിക്ക് ഈ വീട് വിറ്റിട്ടാണ് പോയത്, രാമുവിനെ കുറിച്ച് പിന്നീടൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ അവർ തമ്മിലിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ ഷോക്കേസിൽ ഈ കല്ല് ഈ സന്യാസിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇത് മിക്കവാറും ഡയമണ്ട് ആവാനാണ് സാധ്യത. അപ്പോൾ ഈ വീട്ടിൻ്റെ ഉടമസ്ഥനോട് ചോദിച്ചു, ഈ കല്ല് നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിച്ചു. നമ്മുടെ ഈ പാടത്തും പറമ്പിലും ഈ അരുവിയിലൊക്കെ ധാരാളമായി കല്ലുകളുണ്ട് എന്ന് ഈ വീട്ടുടമ സന്യാസിയോട് പറഞ്ഞു. സന്യാസി ഈ വീട്ടുടമയോട് പറഞ്ഞു, രാമുവിനോട് ഞാൻ ഇത് പറഞ്ഞിരുന്നു, ഇത് വെറും കല്ലല്ല, ഇത് ഡയമണ്ടാണ്. ഇത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ട് പരിശോധനയ്ക്ക് വിടാൻ പറഞ്ഞു. അങ്ങനെ പരിശോധനയ്ക്ക് വിട്ടു. ഫലം വന്നപ്പോഴത്തേക്കും ഒറിജിനൽ ഡയമണ്ട്. രാമു അന്വേഷിച്ചു പോയ ഡയമണ്ട് യഥാർത്ഥത്തിൽ രാമുവിൻ്റെ കാൽച്ചുവട്ടിലായിരുന്നു. അതിൻ്റെ മുകളിലൂടെയായിരുന്നു രാമു നടന്നുകൊണ്ടിരുന്നത്. ഇത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. നമുക്ക് ചുറ്റുമുള്ള ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ തിരിച്ചറിയാതെ പുതിയ അവസരങ്ങൾക്കും പുതിയ വരുമാനത്തിനുമായി നമ്മൾ അന്വേഷിച്ച് നടക്കും. സത്യത്തിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊന്ന് കണ്ടെത്താൻ നിങ്ങൾ ശ്രമിച്ചാൽ മാത്രം മതി, നിങ്ങളുടെ ജീവിതം മാറി പറയും. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി പുതിയ എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു.